ഉള്ളത് നമ്മുടെ സൈറ്റിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ ചാക്കിലാക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നൊസ്റ്റാൾജിയ പുതുക്കാനാണ് ഈ ഒരു വർക്ക് എടുത്തിട്ടുള്ളത് അല്ലേ. ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ ചാക്കിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പണി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ എടുക്കുക, ഇതാക്കുക, അതാണ് പരിപാടി. ഇനി നമുക്ക് ചാക്കിലൊക്കെ ആക്കിയിട്ട് കൂടുതൽ നേരം വർത്തമാനം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പണി നടക്കില്ല. അപ്പോൾ പണി എടുക്കട്ടെ കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇട്ടോ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് ഞാൻ എവിടെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാക്കിൽ നമ്മൾ വളം ഇങ്ങനെ കോരി ഇങ്ങനെ വെക്കും. എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. അടിപൊളിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ചൂടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ കാര്യം ഓർക്കാലോ. നമ്മുടെ മക്കളോട് പറഞ്ഞു കളിച്ചാൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വർക്ക് എടുത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൈസക്കാരായത്. അതെ, വൺ ഡേ വി വിൽ ഡെഫിനറ്റ്ലി വി വിൽ ബിക്കം എ മില്യനെയർ. ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? പഠിച്ചാൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? വിഭാഗം ഇതാണ്ടോ നമ്മുടെ പണിയായുധങ്ങളൊക്കെ. എല്ലാം സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. പണിയായുധം പണിയാന്മാര്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അല്ല നമുക്കൊരിതൊന്നുമില്ല. ചാക്കിനെങ്ങനെ? ചാക്കിന് നമുക്ക് എത്ര വെച്ചാലും കൊടുക്കും. ഇത്രയും ഇത്ര ഇനി നമ്മൾ നിറക്കണം. അതാണ് നമ്മളെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം. പണികൾ പലവിധമുണ്ട്. ഇതും അതിൽപ്പെട്ടൊന്നാണ്. അതെ, ഇതിനൊന്നും വില കുറച്ച് കാണില്ലേ. പൈസ കിട്ടോ പണി കാട്ടം മാറാനും പോവാ, അത്രേ ഉള്ളൂ. കാരണം അധ്വാനിച്ച് കഴിച്ചാലുള്ളൂ അതിനൊരു വില അറിയുള്ളൂ. നമ്മൾ ഭാവിയിൽ എവിടെയെങ്കിലൊക്കെ എത്തുമ്പോ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോ ഇതൊക്കെ തന്നെ കാണാൻ കഴിയുള്ളൂ. ഏറ്റവും അടിയിലുള്ള പണി തൊട്ട് ഏറ്റവും മുകളിലത്തെ ജോബും വരെ നമ്മൾ എടുക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എൻകറേജ് ചെയ്യുന്നത് മോട്ടിവേഷൻ. ഇത് എങ്ങനെ കൂലി അനുഭവമാണ് ഗുരു. കൂലി കണക്ക് എങ്ങനെ? ഇതിപ്പോ വെച്ചാല് ഒരു കാര്യണ്ട്, കരാറാ? ഇല്ല, ഇതൊക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട് പൈസ ഒന്നും നോക്കണ്ട. അതാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 15-16 വയസ്സിലാണ് ഈ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് കിടക്കുന്നത്. അന്ന് ഞങ്ങൾ വെറും വർക്കേഴ്സ് മാത്രമായിരുന്നു. പക്ഷെ വെറും എത്ര കൊല്ലാണ്? 8 കൊല്ലല്ലേ? വെറും 8 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതേപോലത്തെ 5-6 ഫാമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇതുണ്ടോ? ഇത് ഫോക്കസ് ചെയ്യും. അതെ, ഇതില് ചകിരിച്ചോറാണ് നമ്മൾ ആദ്യം ഇടുക. അതിന്റെ മുകളില് കോഴിക്കൾ ഏകദേശം 40 ദിവസം കാഷ്ടിച്ച് അത് ചകിരിച്ചോറിൽ ലയിച്ച് ചേർന്ന് അതൊരു വളമായി തീരും. ഇപ്പൊ കണ്ടോ, ഒന്ന് ഫോക്കസ് ചെയ്യും. ഇതിന്റെ മുകളിലൂടെ പോണെന്ന് ഇത് കണ്ടില്ലേ? ഈ സാധനമാണ് ഈ വളത്തിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് അത് ഈ ഇതിന്റെ ചകിരിച്ചോറിന്റെയും കാഷ്ടത്തിന്റെയും ഉള്ളിൽ വന്നുകൊണ്ട് വളമാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് ഇത് ഒരു വളമായി ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇത് നമുക്ക് എല്ലാ ഇതിലേക്കും ഇടാം. ഇപ്പൊ റബ്ബർ കണ്ടില്ലേ? ഈ റബ്ബർ ഞങ്ങൾ ഇത് കാണുന്നതൊക്കെ റബ്ബറാണ്. ഈ റബ്ബറിലാണ് ഈ വളമൊക്കെ ഞങ്ങൾ ഇടല്. മാത്രല്ല ഞങ്ങൾ സെയിലിനും കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ, ഇത് കുറച്ച് എങ്ങനെ ചാക്കിനെങ്ങനെ? അല്ല, ഇത് കണ്ടുവരികയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാലോ. 50 രൂപ. 50 രൂപ കുറയില്ല. അല്ല, ഇത് കണ്ട് ആരെങ്കിലും താല്പര്യപ്പെട്ട് വാങ്ങാൻ കർഷകരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. കോണ്ടാക്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല വളമാണ്. ഞങ്ങള് തന്നെ നല്ല വളമാണ്. ഞങ്ങൾ ഈ പ്രാണികളൊക്കെ ഇതിലിട്ട് കണ്ടത് നല്ല
വളമാക്കി മാറ്റുന്നുണ്ട്. അല്ല പ്രാണി കണ്ടാലും അറിയാം ഇതിന്റെ ക്വാളിറ്റി. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. കുറച്ച് പണി നല്ലുണ്ട്, എന്നാലും ലാസ്റ്റ് പൈസ കിട്ടുമ്പോണ്ടാവുമ്പോൾ അതെ 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 അതിനാണ് ഈ പണിയെടുക്കണം. ഇങ്ങനെ ഇതൊക്കെ നമ്മളെ സമയം ഇതൊക്കെ നമ്മളതാട്ടോ. ശരി ശരി, ഇതൊക്കെ ഞങ്ങളതാണ്. ഒക്കെ ഞമ്മളത് അല്ല കൂലി നമ്മൾ എടുക്കണം. ഇപ്പൊ നമ്മള് അല്ല അങ്ങനല്ല, ഇപ്പൊ നമ്മളൊരു പരിപാടി എടുത്ത നമ്മള് കൂലി എടുക്കുക, അല്ലെങ്കിൽ ആ പരിപാടി മുന്നോട്ട് പോകില്ല. അതെ അതെ, പണിക്കൂലി എടുക്കണം. അതെ അതെ അല്ലാതെ ഒരു സാധനം എടുത്തിട്ട് അതെ അതെ മുതലാളിക്ക് കിട്ടുന്നൊരു കാര്യമല്ല. അതെ നമ്മൾ അധ്വാനിക്കണം. വേറെ കാര്യം പറയണ്ട്, ഇത് മാത്രല്ല കേട്ടോ ഞങ്ങൾ ഇത് പ്രൊഡക്റ്റില് ചാണകണ്ട്, മിൽക്ക് ഉണ്ട്, അല്ല ഉണ്ട് ചാണകണ്ട്. അപ്പോ വളവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെടാം. താഴെ ബന്ധപ്പെട്ടാ മതി. ഡിസ്ക്രിപ്ഷനിൽ ചാണകം ഭയങ്കര നല്ലൊരു വളമാണ്. അപ്പൊ അത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങളുടെ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എത്ര സമയത്ത് തീർക്കണം. അതെ, നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. ഫുഡ് കഴിക്കാൻ പോകണം, പൈസ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ പോവാം. ഒരു വർഷത്തെ നീണ്ട 1 ഇയറിന്റെ ഇടക്കാലത്തിൽ അങ്ങനത്തെ വർക്കൊന്നും എടുത്തില്ല. ഇനി എടുക്കൂല പറഞ്ഞാണ്ട് അങ്ങോട്ട് വന്നത്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി. ഇതാകുമ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടും ചെയ്തു. അങ്ങനെ എടുക്കുന്ന ഓരോ വർക്കാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ വർക്കിന്റെ. അതെ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അതെ നമ്മള് അതെ അതെ ഇനി എടുത്തതും കാണിച്ചു കൊടുക്ക്. എടുത്ത അവിടെ സെറ്റായി വെച്ച് അവിടെ ചാക്കിൻ്റെ അവിടെ. നമ്മളെ ക്യാമറാമാനെ മടി അങ്ങോട്ട് പോകാം, ഇവിടുന്ന് ഫോക്കസ് ചെയ്യാൻ കേട്ട്. ഇടവേളയിലാട്ടെ. ഹായ്, അപ്പൊ നമ്മള് ഏകദേശം പകുതി ആയിട്ടുണ്ട്, പകുതി മുക്കാലൊക്കെ ആയിട്ടുണ്ട്. ഇനി ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഇടവേളയിലാണ്. ചായ കുടിക്കാം. എന്താ കഴിക്കാനുള്ള എന്താ നല്ല പഴവും നല്ല എന്ത് പഴാണത്? ചെറുപഴവും ലെമണും ഉണ്ട്, ലൈമും ഉണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് സ്പോൺസർ ചെയ്ത് നമ്മളെ വീട് കാണിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ വീട്. അത് കാണില്ലല്ലോ, അത് ഇന്റെ വീട്ടിൽ നിന്ന് അല്ലാതെ മുതലാളിമാര് തന്നതല്ല കേട്ടോ. ഞങ്ങൾ തന്നെയാണ് മുതലാളിമാർ പറയുന്നുണ്ട് ഇടയ്ക്ക്. നീണ്ട 5.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഒരു 90% ഞങ്ങളുടെ വർക്ക് എത്തിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. കണ്ടില്ലേ, ചാക്കുകളാക്കി വൃത്തിയാക്കി നല്ല അടിപൊളിയല്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, കത്തം. ആ പൈസക്ക് നമുക്ക് എവിടെ പോകണു? ഫുഡ് കഴിക്കാൻ. അതെ, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എന്നാ ഒരു ഇത് ആ പണ്ടത്തെ ഇതാണോ? അത് അല്ല. നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാനും റമീസും കൂടി. അപ്പോൾ ഒരു എത്ര മണിക്കൂറായി? ഒരു 6.5 മണിക്കൂറിന്റെ പ്രയത്നം വിജയകരമായി പൂർത്തീകരിച്ച് ഞങ്ങൾ എന്താണ് ഇവിടെ. ഇതൊരു ചരിത്ര നിമിഷമാണ്. 6 മണിക്കൂർ. അപ്പൊ ഞങ്ങള് ഇനി ഏതായാലും കഴിഞ്ഞു പരിപാടി. ഇനി കുളിച്ച് മാറ്റി നിസ്കരിച്ചിട്ട് ഞങ്ങൾ പൂക്കുടുംബാടത്ത് പോയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ് കഴിക്കട്ടെ ഇതായി. അപ്പൊ നമ്മളെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മോട്ടീവ് എന്ന് പറഞ്ഞാല് എന്താ, ഞങ്ങള് പണിയെടുക്കേണ്ടെന്ന് അറിയിക്കല്ല. നമ്മള് സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ എന്ത് വർക്കാണെങ്കിലും അത് എന്തായിക്കോട്ടെ അത് എടുക്കാന്നുള്ളൊരു മെന്റാലിറ്റിയിൽ പോവുക, എടുക്കുക, സ്വന്തം അധ്വാനിക്കുക. അതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണ കഴിക്കല്ല, അതായിട്ട് എന്തെങ്കിലും ചിലവാക്കണതിൻ്റെ സുഖം വീട്ടുകാരോട് ചോദിക്കാതെ അത് വേറെ തന്നെയാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് അറിയിക്കാനും വേണ്ടി ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് മണി ഈസ് ദ പവർ. അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു ഏതായാലും കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുക. അപ്പം എന്തോ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളൊരു ചെറിയൊരു നൊസ്റ്റാൾജി പുതുക്കാൻ വേണ്ടി ഒരു വർക്കും കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്താണോ ഒരു വൈബിൽ അങ്ങനെ എടുത്തു. പരിപാടി കഴിഞ്ഞു. ഒരു 6.5 മണിക്കൂറിന് പറ്റുള്ളൂ. വീട്ടിൽ ആ നേരം ഫോൺ കളിച്ചെത്തിരിക്കുന്ന ടൈം ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ മെയിനാണെങ്കിൽ
പിന്നെ പൈസ എടുക്കും മെയിനാണെങ്കിലും ആയി. അതെ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാ. വർക്ക് കണക്റ്റഡ് ആണ്. കോഴി ഫാമിൽ വർക്ക് എടുത്ത് ഞങ്ങൾ കോഴിയെ ഭക്ഷിക്കാൻ വന്നിരിക്കണം. എന്താ ലൂപ്പ് പ്രതികാരം.